എക്സ്ക്യൂസ് മീ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മൾ ഏതാ ചെയ്യുന്നത്? പ്രാക്ടിക്കൽ പ്രോബ്ലം പറയടൂ 24. തൊട്ട് മുൻപേ 23 അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? കിടക്കട്ടെ. 24ഉം 22 കൂടെ കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് ചെയ്യും. എന്താ ഒരു പറഞ്ഞില്ല, ഫുൾ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, എന്താ കാണാൻ പറഞ്ഞെന്ന് എഴുതി നോക്കാം. എന്താ? ഫിക്സഡ് ഓവർ ഹെഡ് കപ്പാസിറ്റി വേരിയൻസ്. ഫിക്സഡ് ഓവർ ഹെഡ് കപ്പാസിറ്റി വേരിയൻസ് എഴുതിക്കും. ഏതാണ്? 4 - 3. എന്നിട്ട് സൈഡിലൊരു നോട്ട് കൊടുക്കുക. അവിടെ തന്നെ സൈഡിലൊരു നോട്ട് കൊടുക്കുക. Actual days and budgeted days are not available in question. Not available in question. In such a situation, fifth column will vanish. Fifth column will vanish. Full stop. Then fixed overhead capacity variance will be. Then fixed overhead capacity variance will be. എത്രയാവും? 4 - 3 instead of എന്തിനു പകരം 4 - 5 instead of 4 - 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ ഫില്ല് ചെയ്യേണ്ടത്? 4 പിന്നെ ഏതും 3. ഓക്കെ, തെറ്റരുതിട്ടാ. ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമില്ല. ആദ്യം വേണമെങ്കിൽ 3 പിന്നെ ഏത് എഴുതിക്കോ? 4 എഴുതിക്കോ. അപ്പോൾ നമുക്ക് ഫ്ലോ കിട്ടുമല്ലോ. എഴുതി അതുപോലെ എഴുതിയാൽ 3ഉം 4. 3 എന്താ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ആണ് അല്ലേ? കാണാനുള്ള ഇക്വേഷൻ എന്താ? ബഡ്ജറ്റഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ ഏതാ? ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഒന്ന് ഹവർ റേറ്റ് ആവും, മറ്റേതാവും യൂണിറ്റ് റേറ്റ് ആവും. പിന്നെന്താ? 4 പറയുന്നത് എന്താ? നമ്മുടെ നോർമലി ഉള്ള 3 ആണ് എന്ത് ഇവിടുത്തെ 4 അറിയാലോ. ആക്ച്വൽ ഹവർ ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത പരിപാടിയായി. അപ്പം മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമുക്ക് ഏത് കാണണം? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് കാണണം. എന്താണ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് കാണാൻ? നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? തന്നിട്ടുണ്ടോ? എത്ര എമൗണ്ട് തന്നിട്ടുള്ളത്? 30,000. അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണല്ലോ അല്ലേ? തൊട്ട് മുൻപേ കണ്ടെത്തിയിട്ടുണ്ട്. 2,400. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് തീരുമാനമായി. 2,400. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടെങ്കിൽ പെട്ടെന്ന് പറയട്ടോ. യെസ്. അടുത്തേതാ? 4th one. ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. അതേപോലെ ഏതാ? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതിപ്പോൾ എന്താ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വൽ ഹവർ പറ്റും അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 1. കമ്പ്യൂട്ടേഷൻ ഓഫ് എഴുതിക്കോ. കമ്പ്യൂട്ടേഷൻ ഓഫ് ആക്ച്വൽ ഹവേഴ്സ്. ഓക്കെ അല്ലേ? ഇവിടെയാണ് രസം. ക്വസ്റ്റ്യനിലേക്ക് പോകും എല്ലാവരും. എന്നിട്ട് മണിക്കൂർ കാണണം. എത്ര സമയത്തെ മണിക്കൂറാണ് കാണേണ്ടത്? എത്ര ഗ്യാപ്പിൽ, അല്ലെങ്കിൽ എത്ര വീക്കിലെ? ഒരു മാസത്തല്ലേ കാണണ്ടേ? ഒരു മാസത്തെ ആക്ച്വൽ അവറല്ലേ കാണേണ്ടത്. സാധാരണ ഒരു 40 മണിക്കൂറല്ലേ വർക്ക് ചെയ്യുന്നത് ഒരാഴ്ച. അങ്ങനെയാണെങ്കിൽ 4 ആഴ്ച എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 4 ഇൻറ്റു. ഓക്കെ, അപ്പോൾ അടിയിൽ എഴുതാം 4 weeks ഇൻറ്റു 40 hours per week. 4 weeks into 40 hours per week. എത്ര വരും മക്കളെ?
160. പക്ഷേ ഇതെന്തല്ല, ഐഡിയൽ ടൈം വേരിയൻസ് കാണാനല്ല. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഏതെടുക്കുക? ആക്ച്വൽ അവർ, പെയ്ഡും പിന്നെ ഏതുണ്ട്? വർക്ക്ഡ് ഉണ്ട്. ഏതെടുക്കുക? പെയ്ഡ് അല്ല, ഏതാ? വർക്ക്ഡ്. ഓക്കെ അല്ലേ? ഐഡിയൽ ടൈം കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുക? എടുക്കുക. അപ്പോൾ എഴുതിക്കോളൂ, മൈനസ് ഏതാ? ഒരു നോട്ട് അല്ല കേട്ടോ, ഐഡിൽ ടൈം ഹൗസ്. ഐഡിൽ ടൈം ഹൗസ്. ഓക്കെ അല്ലേ? ഐഡിൽ ടൈം ഹവേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിച്ചെല്ലാവരും. 2 hours ഇൻ എവറി വീക്ക്. അപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ട് എത്ര വീക്ക് ഉണ്ട് ഇവിടെ? 4 വീക്ക് ഉണ്ട്. അപ്പോൾ എത്ര ഹവേഴ്സ് പോവും? 8 ഹവേഴ്സ് പോയിട്ട് 152 ഹവേഴ്സ് ആണ് എന്ത്? ഹവേഴ്സ് എന്തുണ്ടാവുക? പെയ്ഡ് ആണോ വർക്ക്ഡ് ആണോ? വർക്ക്ഡ് ഉണ്ടാവുക. ഹവേഴ്സ് വർക്ക്ഡ് 152. ഓക്കെ അല്ല? നേരെ മുകളിൽ കൊണ്ടിട്ട് എഴുതിക്കൂടെ? ഏതിലാ? ആക്ച്വൽ ഹവേഴ്സ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാഷ് കണ്ടില്ലേ ആരോ ഇട്ടിട്ട്? 152 ഹവേഴ്സ് ഇൻറ്റു അല്ലേ? ഹവറിലെ റേറ്റ് അറിയോ? ഇല്ല. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവറിൽ അറിയില്ല. കണ്ടെത്തിക്കൂടെ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 2. കാണാം. പറയണേ, ഇതുവരെ എത്തിയില്ല എല്ലാവരും? 152 ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതിയില്ലേ? ഇത് ആക്ച്വൽ അവർ എന്നുള്ള കണക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഹവർലി റേറ്റ് കിട്ടണം. വർക്കിംഗ് നോട്ട് നമ്പർ 1, കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ ഹവർ. ഇക്വേഷൻ പറയണം. ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഹവേഴ്സ്. എങ്ങനെ കാണാം? ബഡ്ജറ്റ് ഫിക്സ്ഡ് ഓവർ തന്നിട്ടുണ്ട് എത്രയാണ്? 30,000 ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് ഹവേഴ്സ് ഒക്കെ മുകളിൽ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇതിലല്ലേ നമ്മൾ കണ്ടെത്തി? വേറെ ഇതിലല്ലേ? ഓക്കെ, സോറി. എത്ര വരും ബഡ്ജറ്റഡ് ഹവേഴ്സ്? 2000. എവിടെ തന്നുള്ള 2000? ഒന്നല്ല. സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഹവർ എത്ര? 15. അപ്പം 30,000 യൂണിറ്റിന് എത്ര സമയം വേണ്ടി വരും? 30,000 അടിക്ക് ഡിവൈഡഡ് ബൈ 15. ഓക്കെ അല്ല? അപ്പം അടിയിൽ സാറും കൂടെ എഴുതട്ടെ, അല്ലെങ്കിൽ എഴുതിക്കോ അടിയിൽ. ബഡ്ജറ്റഡ് ഹവേഴ്സ് ഈസ് ഈക്വൽ ടു, ബഡ്ജറ്റഡ് ഹവേഴ്സ് ഈസ് ഈക്വൽ ടു 2 കാര്യങ്ങളാണ്. എന്താ? നമുക്ക് ബഡ്ജറ്റഡ് ഏതാ? യൂണിറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഹവർ. ബഡ്ജറ്റഡ് യൂണിറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ പെർ ഹവർ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ബഡ്ജറ്റ് ചെയ്ത് യൂണിറ്റ് എത്ര? 30,000 അല്ലേ? 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്? 15 യൂണിറ്റ്. അപ്പോൾ എത്ര എന്ത് വരും? ഹവേഴ്സ് വരും. 2000 ഹവേഴ്സ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ എളുപ്പത്തിൽ കിട്ടും. പെട്ടെന്ന് മനസ്സിലാകത്തവർക്ക് 2000 നമുക്ക് അനുവദിച്ചുള്ള ബഡ്ജറ്റഡ് ഹവേഴ്സ്. 1 മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് സ്റ്റാൻഡേർഡ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? 15. അപ്പോൾ 1 വർഷത്തിൽ അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും? 30,000 പെന്നാണ്. 2000 എന്താണ്? മണിക്കൂറാണ്. നമുക്ക് അവൈലബിൾ 2000 മണിക്കൂറാണ്. 1 മണിക്കൂറിൽ നമുക്ക് എത്ര പെൻ ഉണ്ടാക്കാൻ പറ്റും? 15. അപ്പം 30,000 എന്ത് പെൻ ഉണ്ടാക്കാൻ പറ്റും? നേരെ ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്താൽ 2000 എന്ത് കിട്ടും? ഹവേഴ്സ് കിട്ടും. മുകളിൽ 2000 എഴുതിയാൽ റേറ്റ് കിട്ടും. അപ്പോഴാണ് എത്ര? 15 നില പറഞ്ഞത്. 15 പെർ ഏതാ? ഇത് ഹവറാണ്. 15 പെർ ഹവർ. പോട്ടെ, നേരെ ബാക്കിലേക്ക് പോകാം. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 152 ഇൻറ്റു 15 എത്ര വരും? 2800. മൈനസ് ചെയ്തോളൂ. 4 - 3 4 - 3 ആട്ടാ. എത്ര വരും?
120 ഏതാ ഫേവറബിൾ അഡ്വൈസാണ്? അഡ്വൈസ് ടെക്സ്റ്റിൽ കറക്റ്റ് 120 അഡ്വൈസ്.